പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ യോഹന്നാൻ്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്ന് അധ്യായം 12, 1 മുതൽ 11 വരെ. മരിച്ചവരിൽ നിന്ന് താൻ ഉയർപ്പിച്ച ലാസർ താമസിച്ചിരുന്ന ബെഥാനിയയിലേക്ക് പെസഹായ്ക്ക് 6 ദിവസം മുമ്പ് യേശു വന്നു. അവർ അവന് അത്താഴമൊരുക്കി. മർത്ത പരിചരിച്ചു. അവനോടുകൂടെ ഭക്ഷണത്തിനിരുന്നവരിൽ ലാസറും ഉണ്ടായിരുന്നു. മറിയം വിലയേറിയതും ശുദ്ധവുമായ ഒരു കുപ്പി നർദീൻ സുഗന്ധതൈലമെടുത്ത് യേശുവിൻ്റെ പാദങ്ങളിൽ പൂശുകയും തൻ്റെ തലമുടി കൊണ്ട് അവൻ്റെ പാദങ്ങൾ തുടയ്ക്കുകയും ചെയ്തു. തൈലത്തിൻ്റെ പരിമളം കൊണ്ട് വീട് നിറഞ്ഞു. അവൻ്റെ ശിഷ്യന്മാരിൽ ഒരുവനും അവനെ ഒറ്റിക്കൊടുക്കാനിരുന്നവനുമായ യൂദാസ് കറിയോത്ത പറഞ്ഞു, എന്തുകൊണ്ട് ഈ തൈലം 300 ദനാറയ്ക്ക് വിറ്റ് ദരിദ്രർക്ക് കൊടുത്തില്ല? അവനിത് പറഞ്ഞത് അവന് ദരിദ്രരോട് പരിഗണന ഉണ്ടായിരുന്നതുകൊണ്ടല്ല, പ്രത്യുത അവൻ ഒരു കള്ളനായിരുന്നതുകൊണ്ടും പണസഞ്ചി അവൻ്റെ കയ്യിലായിരുന്നതുകൊണ്ടും അതിൽ വീഴുന്നതിൽ നിന്ന് അവൻ എടുത്തിരുന്നതുകൊണ്ടുമാണ്. യേശു പറഞ്ഞു, അവളെ തടയേണ്ട. എൻ്റെ മൃതസംസ്കാര ദിനത്തിനായി ഇത് ചെയ്തുവെന്ന് അവൾ കരുതിക്കൊള്ളട്ടെ. ദരിദ്രർ എപ്പോഴും നിങ്ങളോട് കൂടെയുണ്ട്, ഞാൻ എപ്പോഴും നിങ്ങളോട് ഒത്തുണ്ടായിരിക്കുകയില്ല. അവൻ അവിടെയുണ്ടെന്നറിഞ്ഞ് വലിയൊരു ഗണം യഹൂദർ അവിടേക്ക് വന്നു. അവർ വന്നത് യേശുവിനെ ഉദ്ദേശിച്ചു മാത്രമല്ല, അവൻ മരിച്ചവരിൽ നിന്നുയർപ്പിച്ച ലാസറിനെ കാണാൻ കൂടിയാണ്. ലാസറിനെ കൂടി കൊല്ലാൻ പുരോഹിത പ്രമുഖന്മാർ ആലോചിച്ചു. എന്തെന്നാൽ അവൻ നിമിത്തം യഹൂദരിൽ വളരെ പേർ അവരെ വിട്ട് യേശുവിൽ വിശ്വസിച്ചു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. പരമപരിശുദ്ധ ദിവ്യകാരുണ്യ ഈശോയിൽ പ്രിയപ്പെട്ടവരെ, സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ വാരത്തിലേക്ക് ഓശാന ഞായറാഴ്ചയായ ഏപ്രിൽ മാസത്തിലെ 13-ാം തീയതി ഈ വിശുദ്ധവാര ദിനത്തിൽ, ഈ രാത്രിയിൽ ഈശോയുടെ കൂടെ ഒരു രാജകീയ പ്രവേശനം നടത്തി നമ്മളായിരിക്കുമ്പോൾ, ഈ വിശുദ്ധവാരത്തിൽ എല്ലാ ദിവസത്തെയും വായനയിൽ കടന്നു വരുന്ന ഒരു വ്യക്തിയാണ്, ദുഃഖവെള്ളിയാഴ്ച വരെ കടന്നു വരുന്ന ഒരു വ്യക്തിയാണ് യൂദാസ്. ഈശോ തിരഞ്ഞെടുക്കപ്പെട്ടവനും ഈശോയാൽ തിരഞ്ഞെടുക്കപ്പെട്ടവനും ഈശോയുടെ കൂടെ ആയിരിക്കുവാൻ വിളിക്കപ്പെട്ടവനും ഈശോയുടെ പ്രഘോഷകനാകുവാൻ വിളിക്കപ്പെട്ടവനും ആയ യൂദാസ് ഈ വിശുദ്ധവാരത്തിൽ വിശുദ്ധമായി നമ്മളായിരിക്കേണ്ട ഒരാഴ്ചയിൽ ഈ തിന്മയുടെ സ്വാധീനം നമ്മളുടെ കൂടെയുണ്ടെന്നും അവൻ്റെ അത്താഴമേശയിൽ അവനോടൊപ്പം പങ്കുചേരുന്നതാണെന്നും തിരിച്ചറിയേണ്ടതുണ്ട്. ഈ ഒരു ചിന്ത മനസ്സിൽ വെച്ചുകൊണ്ട് സങ്കീർത്തനം 34 തിരുവചനങ്ങളിൽ 1-2 വചനങ്ങളിൽ ഇപ്രകാരം സങ്കീർത്തനം പറയുന്നുണ്ട്: കർത്താവേ, എന്നെ കുറ്റപ്പെടുത്തുന്നവരെ അങ്ങ് വിധിക്കണമേ, എന്നോട് പൊരുതുന്നവരോട് അങ്ങ് പൊരുതണമേ. കവചവും പരിചയും ധരിക്കുകയും എൻ്റെ സഹായത്തിന് വരികയും ചെയ്യണമേ. കർത്താവേ, അങ്ങാണ് എൻ്റെ രക്ഷയുടെ ശക്തി. മറിയത്തോടൊപ്പം, ലാസറിനോടൊപ്പം, മർത്തായോടൊപ്പം ആയിരിക്കുന്ന ഈശോയാണ് നമ്മളിന്ന് കാണുക. ഈശോ സ്നേഹിക്കുന്നവരുടെ കൂടെ ആയിരിക്കുന്ന ഈശോ. ആ ഈശോയുടെ കൂടെ നമുക്കും ആകാനായിട്ട് സാധിക്കട്ടെ. ഇവിടെ മറിയം ഒരു വെളിപ്പെടുത്തൽ നടത്തുകയാണ്. തനിക്കുള്ള സ്നേഹം ഒരു എക്സ്ട്രീം ലവാണ്. ഈശോയോട് എനിക്കുള്ള സ്നേഹം അത്
വിവരിക്കുവാനായിട്ട് കഴിയാത്തത്ര എല്ലായിടത്തും പരിമളം പരത്തുന്ന, എല്ലായിടത്തും വ്യാപിച്ചു കിടക്കുന്ന, വിലകൽപ്പിക്കാൻ പറ്റാത്ത ഒരു സ്നേഹം എനിക്ക് ഈശോയോടുണ്ട് എന്ന് വെളിപ്പെടുത്തുകയാണ്. ഈ വിശുദ്ധ വാരത്തിൽ നമ്മൾ ഈശോയോട് ചേർന്ന് നിൽക്കുമ്പോൾ ഈശോ നമുക്ക് വേണ്ടി സംസാരിച്ചോളും. ഈശോയാണ് മറിയത്തിന് വേണ്ടി അവിടെ സംസാരിക്കുന്നത്. ഈശോയുടെ കൂടെ ആയിരിക്കുക, അവൻ സ്നേഹിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവനോട് കൂടെ ആയിരിക്കുക. അതാണ് ഈ സങ്കീർത്തനവും നമ്മളോട് പറഞ്ഞത്. അപ്പോൾ അവൻ നമുക്ക് കവചയായിരിക്കും, അവൻ നമുക്ക് പൊരുതിക്കൊള്ളും. ഇവിടെ നമ്മൾ കാണണം, ഈ നർദീൻ തൈലം 300 ദനാറയ്ക്ക് വിൽക്കാം, അതിൽ കൂടുതലാണ് അതിൻ്റെ വില. ഒരു ദിവസത്തെ വേതനം എന്ന് പറയുക, ഒരു സാമാന്യം നല്ല വ്യക്തി, നല്ല ശമ്പളം, ഒരു കൂലി എന്ന് പറയുക 1 ദിനാറയാണ്. അപ്പോൾ 300 ദിനാറയ്ക്ക് എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തെ ഒരുവൻ്റെ വേതനം മുഴുവനും വിലയില്ല, വില കൽപ്പിക്കാൻ പറ്റില്ല. എൻ്റെ ഈ ഒരു വർഷം മുഴുവനും, ഓരോ വർഷവും എൻ്റെ ഈശോയ്ക്ക് പൂർണ്ണമായി സമർപ്പിക്കുകയാണ്. അത് വെറുതെ ഊരി തുറന്ന് ഒഴിക്കുകയല്ല, പൊട്ടിച്ചാണ് ഒഴിക്കുന്നതെന്ന് പറയുക. സിദ്ധാർത്ഥ അങ്ങനെയാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. അത് പൊട്ടിച്ച്, ഇനി അത് തിരിച്ച് ശേഖരിച്ചോ ബാക്കി വയ്ക്കുകയൊന്നുമില്ല, അത് പൂർണ്ണമായിട്ട് ഉടച്ച് ഈശോയെ അഭിഷേകം ചെയ്യുകയാണ്. നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായിട്ട് ഉടച്ച് ഈ വിശുദ്ധവാരത്തിൽ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു വസ്തുതയും സത്യവും അതാണ്. എൻ്റെ ഈശോയെ ഞാൻ മനസ്സിലാക്കുമ്പോൾ, എന്നെ സ്നേഹിക്കുന്ന, എനിക്ക് കവചമാകുന്ന ഈശോയുടെ മുമ്പിൽ എന്നെ തന്നെ പൂർണ്ണമായി പൊട്ടിച്ചെറിയട്ടെ. എന്നിട്ട് ആ ഈശോയ്ക്ക് വേണ്ടി പരിമളം പരത്താം. ഈശോ ആയിരിക്കുന്നിടത്തൊക്കെ ഈശോയ്ക്ക് വേണ്ടി പരിമളമാകാനെങ്കിലും, ഒരു സുഗന്ധമാകാനായിട്ട്, അവിടത്തേക്കുള്ള വിലയേറിയ ഒരു സമ്മാനമായി ഞാൻ മാറാനായിട്ട്. അതാണ് ഈ സുവിശേഷ ഭാഗം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. ഒപ്പം ഇവിടെ യൂദാസ് ഇത് ദരിദ്രരോടുള്ള സ്നേഹമൊന്നുമല്ല, തൻ്റെ ഗുരുവിനെ ഒറ്റിക്കെടുക്കുവാനായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു യൂദാസിൻ്റെ ഉള്ളിലെ വഞ്ചനയാണ്. ഈ യൂദാസ് എന്ന് പറയുന്നത് ഒരു നിഗൂഢത നിറഞ്ഞ മനുഷ്യനാണേ. അവൻ എന്താണെന്ന്, എങ്ങനെയാണ് ചിന്തിക്കുന്നതെന്ന്, എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് അവൻ്റെ പ്രവൃത്തിയിൽ നിന്നൊന്നും മനസ്സിലാകാൻ പറ്റില്ല. ഇങ്ങനെ കുറേ ജീവിതങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്, ചിലപ്പോൾ നമ്മളിൽ തന്നെയുണ്ട്. നിഗൂഢതയാണ്, ആർക്കും ഒന്നും വെളിപ്പെടുത്തി കൊടുക്കാൻ പറ്റാത്ത രീതിയിൽ ഒരു നിഗൂഢ മനോഭാവം. ഈ വിശുദ്ധവാരത്തിൽ അതൊക്കെ നമ്മളിൽ നിന്നും മാറണം. എല്ലാ ദിവസവും ഈ യൂദാസ് ഏതെങ്കിലും രീതിയിൽ കടന്നു വരുന്നുണ്ട്. ആ യൂദാസിൻ്റെ മനോഭാവം, നിഗൂഢത നിറഞ്ഞ ഈ മനോഭാവങ്ങൾ മാറട്ടെ. അവിടെ മറിയം തൻ്റെ ജീവിതത്തെ ദൈവത്തിനു മുമ്പിൽ തുറന്നു കൊടുക്കുമ്പോൾ വിളിക്കപ്പെട്ട യൂദാസ് ഉള്ളിൽ നിഗൂഢതകൾ വെച്ച് ഗുരുവിനെ ഒറ്റിക്കൊടുക്കുവാനായിട്ട് ശ്രമിക്കുക. നമുക്ക് ഈശോയുടെ മുമ്പിൽ ഈ കുടുംബം ഒന്നു ചേർന്ന് മുട്ടുകുത്തുകയാണ്. ഈശോ ലാസറിൻ്റെ കുടുംബത്തിലേക്ക് കടന്നു വന്നതുപോലെ ഇന്ന് ഈ രാത്രി നമ്മുടെ കുടുംബത്തിലുണ്ട്. ഈശോയ്ക്ക് വേണ്ടി പരിമളമാകാം. ഈശോയ്ക്ക് വേണ്ടി നമ്മളെ തന്നെ ഉടച്ച് ഈശോയുടെ മുമ്പിൽ സമർപ്പിക്കാം. ഈശോ നമുക്ക് കവചമാകും, ഈശോ നമ്മുടെ രക്ഷയാകുന്നു എന്നുള്ള തിരിച്ചറിവോടുകൂടി ഈശോയുടെ മുമ്പിൽ നമുക്ക് മുട്ടുകുത്താം, ശിരസ് നമിക്കാം. ഈശോയുടെ അനുഗ്രഹവും സംരക്ഷണവും യാചിച്ചുകൊണ്ട് നമ്മുടെ മേല്, നമ്മുടെ കുടുംബത്തിൻ്റെ മേല്, അകലങ്ങളിലും ഭവനങ്ങളിലുമുള്ള നമ്മുടെ പ്രിയപ്പെട്ടവരുടെ മേല്, രോഗികളായി കഴിയുന്നവരും ആശുപത്രിയിൽ കഴിയുന്നവരും ഒക്കെ ആയിട്ടുള്ളവർ, ഭാവികളായി കഴിയുന്നവരുടെ മാനസാന്തരത്തിന് വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടും ഒക്കെ ലോകം മുഴുവൻ്റെയും മേൽ ദൈവത്തിൻ്റെ കരുണയും സംരക്ഷണവും കരുതലും കടന്നു വരുവാനായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ. പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സങ്കീർത്തനം 31:5 പറയുന്നത് പോലെ, കർത്താവേ, അങ്ങേ കരങ്ങളിലെ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. കർത്താവേ, വിശ്വസ്തനായ ദൈവമേ, അവിടുന്ന് എന്നെ രക്ഷിച്ചു. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ഒരു ശുഭരാത്രി, ഒരു പുതിയ പുലരിയും നിങ്ങൾക്കെല്ലാവർക്കും ഈശോയുടെ നാമത്തിൽ ആശംസിക്കുന്നു. വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ നമുക്ക് പ്രാർത്ഥനയിൽ ദിവ്യകാരുണ്യ സന്നിധിയിലായിരിക്കാം. The Lord grant us a quiet night and a perfect end. Amen. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ,
ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.